എൻ്റെ പേര് പ്രൊഫസർ പ്രവീണ മുക്കോള്. ഞാൻ ട്രെയിൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഞങ്ങളൊരു കോൺഫറൻസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള വിവരങ്ങൾ പറയാനാണ്. അപ്പം എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഈ ഒരു കോൺഫറൻസിൻ്റെ ഓർഗനൈസറും ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ വൈസ് പ്രിൻസിപ്പളുമായ ഡോക്ടർ പ്രൊഫസർ സോയ കാട്ടിൽ, അതേപോലെ തന്നെ കോൺഫറൻസിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജു രാധിക, ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഞങ്ങൾ ട്രെയിൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേരള ഘടകം ഒരു നാഷണൽ ലെവൽ ഫോറൻസിക് നഴ്സിംഗിന്റെ ഒരു വർക്ക്ഷോപ്പ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഫോറൻസിക് നഴ്സിംഗ് അവസരങ്ങളും വെല്ലുവിളികളും എന്നുള്ള വിഷയത്തിലാണ് ട്രെയിൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേരള ഘടകം ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ സഹകരണത്തോടെ ഡിസംബർ 20-21 തീയതികളിലായിട്ട് ഒരു ദേശീയ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഫോറൻസിക് നഴ്സിംഗ് ഒരു പുതിയ പഠനശാഖയായി നഴ്സിംഗ് പദ്ധതിയിൽ ഈയിടെയാണ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു ദിശാബോധവും അതേപോലെ തന്നെ ഒരു അവബോധവും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഫോറൻസിക് നഴ്സിംഗ് പ്രാക്ടീസ് ഒരു ബഹുമുഖ സാധ്യതകളുള്ള സങ്കീർണമായ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നഴ്സിംഗ് ആരോഗ്യ മേഖലയിൽ തന്നെ പുതിയ അവസരങ്ങളും സാധ്യതകളും ഈ ഒരു ശാഖ വളർന്നു വരുന്നതിലൂടെ ലഭിക്കുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇത് 2022 നമ്മുടെ സിലബസ് പുതിയ സിലബസ് INC കൊണ്ടുവന്നതിലാണ് ഈ ഒരു ഫോറൻസിക് നഴ്സിംഗ് എന്നുള്ള ഒരു ശാഖ പുതിയതായിട്ട് ഞങ്ങളുടെ ഡിഗ്രി സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെ കുറിച്ചൊരു ഐഡിയ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇടയിൽ അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ഇടയിലും ഒക്കെ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു പുതിയ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ട്രെയിൻ നഴ്സസ് അസോസിയേഷനും അതേപോലെ തന്നെ അതോടുകൂടി സഹകരിക്കുന്ന ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും ഉദ്ദേശം. ഫോറൻസിക് കേസുകൾ വർദ്ധിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഇപ്പം നഴ്സിംഗിന്റെ ഒരു ഡെവലപ്മെന്റ് ആയിട്ടാണ് ഈ ഒരു കാര്യം വരുന്നത്. കാരണം നമ്മൾ പല സാഹചര്യങ്ങൾ എടുത്താലും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് പോക്സോ കേസസ് ആ രീതിയിൽ അല്ലെങ്കിൽ റേപ്പ് കേസസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കുട്ടികളുടെ കാര്യത്തിലായാലും സ്ത്രീകളോടായാലും അങ്ങനെയുള്ള റേപ്പ് റേറ്റിംഗ്സ് ഒക്കെ വരുമ്പോൾ അവരെ ഡീൽ ചെയ്യാൻ കുറച്ചും കൂടി നഴ്സസിനായിരിക്കും അവരുടെ അടുത്ത കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും അല്ലെങ്കിൽ പിന്നെ ഒരു ഫോറൻസിക് സർജൻ ഡീൽ ചെയ്യുന്നതിലും കുറച്ചും കൂടി അവരുടെ മാനസികമായ കാര്യങ്ങളും എല്ലാം വെച്ച് ഡീൽ ചെയ്യാൻ നഴ്സസിനാണ് കുറച്ചും കൂടി ഒരു കൂടുതൽ ഒരു ഗ്രിപ്പ് വരുന്നതെന്നുള്ളതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ വരുന്നത്. നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഫോറൻസിക് നഴ്സിംഗ് ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് വന്നു കഴിഞ്ഞു. നമുക്കിവിടെ ഇപ്പോ ഒരു ഫോറൻസിക് യൂണിവേഴ്സിറ്റി ഗുജറാത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2023 MSc ഇൻ ഫോറൻസിക് നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഡെവലപ്മെന്റ് നമ്മുടെ ബേസിക് BSc നഴ്സിംഗ് കോഴ്സിലേക്കും വരിക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പുതിയ സിലബസിൽ ഈ ഒരു സംഗതി ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇവിടെ ആർക്കും തന്നെ അതിനെ കുറിച്ചൊരു അവബോധമില്ല. അപ്പൊ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മള് ഈ ആളുകളിലേക്ക് അല്ലെങ്കിൽ നഴ്സസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോ ഈ ഒരു ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്.